നമ്മൾ ഇനി പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിരിക്കും. അതൊരു ത്രൂ ഔട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് റെഫർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഫെയില്യൂർ സ്വിങ് എന്താണെന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ മാർക്കറ്റ് സ്വിങ്ങുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് ഐഡിയൽ ആയിട്ടുള്ള സ്വിങ് ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു സ്വിങ്ങിൻ്റെ താഴെയോ മുകളിലോ, ഇപ്പോൾ സ്വിങ് ഹൈ ആണെങ്കിൽ സ്വിങ് ഹൈക്ക് മുകളിൽ, സ്വിങ് ലോ ആണെങ്കിൽ സ്വിങ് ലോയ്ക്ക് താഴെ എന്താണുള്ളത്? ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ക്യാൻഡിലേക്ക് എൻട്രി ചെയ്യുന്നത്. അത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഒരു ക്യാൻഡിലിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ട്രേഡ്സ് പ്ലേസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഫസ്റ്റ് കൺസേൺ എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് ആണല്ലേ. അപ്പോൾ എന്താണ് ഫെയില്യൂർ സ്വിങ്? ഫെയില്യൂർ സ്വിങ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ പറ്റാതെ പോയ സ്വിങ്ങുകളെയാണ് നമ്മൾ ഫെയില്യൂർ സ്വിങ്സ് എന്ന് പറയുന്നത്. അവിടെ സ്റ്റില്ല് എന്തുണ്ട്? ലിക്വിഡിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ്? മാർക്കറ്റ് പിന്നീട് ഒരു സമയത്ത് വന്നിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണ്? ഈ ഏരിയകളിലൊന്നും ലിക്വിഡിറ്റീസിനെ സ്വീപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കിയേ, ഈ ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കിയാൽ എന്താണ്? ഈ ഈക്വൽ ലോസിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടില്ല അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ലോയെ സ്വീപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഫെയിലിയർ സ്വിങ്ങുകളാണ്. ഓക്കെ, അപ്പം പിന്നീട് ഒരു ടൈമിൽ ഇതിൻ്റെ യൂസ് എന്താണ്? പിന്നീട് ഒരു ടൈമിൽ മാർക്കറ്റ് ഇവിടേക്ക് വന്ന് ഈ ലിക്വിഡിറ്റീസിനെ റൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഈ ലിക്വിഡിറ്റീസിനെ എടുക്കാതെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇത് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു ടാർഗറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഇവിടുന്നൊരു ഈ മുകളിൽ നിന്ന് നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യാന്ന് വെച്ചു. മുകളിൽ നിന്നൊരു ട്രേഡ്, ഇപ്പോൾ ഈ മുകളിൽ ഇവിടെ നിന്ന് നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫെയില്യൂർ സ്വിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഇനിയും നമ്മൾ പറഞ്ഞു പോകുന്നത് ചില ടോപ്പിക്കുകൾ മാത്രമല്ല, നമ്മൾ വാസ്റ്റായിട്ട് പറഞ്ഞ് ഭയങ്കര കുഴപ്പിക്കുന്ന കാര്യങ്ങൾ. നമ്മളല്ലാതെ അങ്ങനെയൊന്നും പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഫെയില്യൂർ സ്വിങ്? മാർക്കറ്റിന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ടാർഗറ്റിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഏത് പെർസ്പെക്റ്റീവ് പറഞ്ഞാലും അങ്ങനെയുള്ളൊരു സ്വിങ്ങുകളെയാണ് നമ്മൾ ഫെയില്യൂർ സ്വിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ.